എല്ലാവർക്കും നമസ്കാരം. സി പ്രോഗ്രാമിംഗ് ഫോർ അബ്സല്യൂട്ട് ബിഗിന്നേഴ്സ് എന്ന രീതിയിൽ ഞാനിവിടെ കുറച്ച് വീഡിയോകൾ പോസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കോഡ് ബ്ലോക്സ് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. അതായത് ഫ്രീ പ്ലാറ്റ്ഫോമാണ്. നമ്മൾ സി പ്രോഗ്രാമൊക്കെ നമുക്ക് ടൈപ്പ് ചെയ്യണ്ടേ, എവിടെയും ടൈപ്പ് ചെയ്യുക. അതിലിപ്പോൾ ബെസ്റ്റ് ടെക്സ്റ്റ് എഡിറ്റർ എന്നൊക്കെ പറയല്ലേ, നമ്മൾ സ്കൂളിൽ പഠിച്ചില്ലേ, HTML എഴുതുമ്പോൾ ഉബുണ്ടുവിൽ ടെക്സ്റ്റ് എഡിറ്റർ, അതുപോലെയുള്ള വിൻഡോസിൽ ഉപയോഗിക്കുന്ന കുറേ സോഫ്റ്റ്വെയർസ് ഉണ്ട്. അതിൽ ഫ്രീ സോഫ്റ്റ്വെയർ ആയ കോഡ് ബ്ലോക്സ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇനി എന്താ പറയാനുള്ളത് വെച്ചാൽ, ഈ സി പ്രോഗ്രാം എന്ന് പറയുന്നത് ലോകത്തിലെ വൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് ലാംഗ്വേജ് ആണ്. കാരണം ഇപ്പോൾ ലോകത്ത് നിലവിലുള്ള ഓൾമോസ്റ്റ് എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജും സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജുമായി ഡയറക്റ്റോ ഇൻഡയറക്റ്റോ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ സി പ്രോഗ്രാമിംഗ് ലോകത്ത് എന്നും നിലനിൽക്കുമെന്ന് തന്നെ വിശ്വസിക്കാം. പിന്നെ മാത്രമല്ല, ഈ സി പ്രോഗ്രാമിങ്ങിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇത് അബ്സല്യൂട്ട് ബിഗിനേഴ്സ് ആയാലും ശരി, പ്രോഗ്രാമിംഗ് പഠിച്ച ആളായാലും ശരി, പഠിക്കാൻ കുറച്ച് പണിയൊന്നുമില്ല. ഒന്ന് മനസ്സിലാക്കി എടുക്കണം. കുറച്ച് ലോജിക്കൊക്കെ ഉണ്ടെങ്കിൽ വേഗം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അപ്പോൾ ബാക്കി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന സി പ്രോഗ്രാമൊക്കെ എവിടെയെങ്കിലും ടൈപ്പ് ചെയ്യണ്ടേ, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു IDE നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. കാരണം അതുണ്ടെങ്കിൽ മാത്രമേ, അതിൽ ടൈപ്പ് ചെയ്താൽ നമുക്ക് അതിൽ തന്നെ കമ്പൈൽ ചെയ്ത് റൺ ചെയ്യിപ്പിക്കാം. കമ്പൈലിങ്ങും റണ്ണിങ്ങൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, പക്ഷേങ്കിൽ ബാക്കിയുള്ള വീഡിയോകൾ കാണുമ്പോൾ ബാക്കിയൊക്കെ ഞാൻ ഓരോരോ വീഡിയോയിൽ ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് കോഡ് ബ്ലോക്സ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ, ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്രോം എടുക്കുന്ന, ക്രോം അല്ലെങ്കിൽ നിങ്ങൾ ഏത് ബ്രൗസർ ആയാലും കുഴപ്പമില്ല, അതിൽ കോഡ് ബ്ലോക്സ് എന്ന് ടൈപ്പ് ചെയ്യുക. കോഡ് ബ്ലോക്സ് ടൈപ്പ് ചെയ്യുമ്പോൾ ഇതാണ് നമുക്ക് വേണ്ട ആപ്ലിക്കേഷൻ. ഇതിലാണ് ഭാവിയിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന മുഴുവൻ സി പ്രോഗ്രാംസും ടൈപ്പ് ചെയ്യാൻ പോകുന്നത്. ഇത് കണ്ട റിട്ടേൺ ഇൻ C++ ആണ്. ഓക്കെ, ഇതിൽ നമ്മൾ കോഡ് ബ്ലോക്സ് എന്ന് പറയുന്ന ഫസ്റ്റ് സൈറ്റിൽ എൻ്റർ ചെയ്യുക. ശേഷം ഇതിൽ ഡൗൺലോഡ്സ് ഇവിടെ കണ്ടോ, ഡൗൺലോഡ്സ് ഇവിടെയും ഡൗൺലോഡ്സ് ഉണ്ട്, ഇവിടെയും ഡൗൺലോഡ്സ് ഉണ്ട്. ഏതായാലും കുഴപ്പമില്ല, ഇവിടെ ഡൗൺലോഡ്സ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ ഇങ്ങനെയുള്ള ഒരു വിൻഡോ ആണ് വരിക. ഈ വിൻഡോയിൽ ഡൗൺലോഡ്സ്, ദർ ആർ ഡിഫറെൻറ്റ് വേസ് ടു ഡൗൺലോഡ് ഇൻസ്റ്റാൾ കോഡ് ബ്ലോക്സ് ഓൺ കമ്പ്യൂട്ടർ. ഇതിൽ ഡൗൺലോഡ് ദ ബൈനറി റിലീസ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യും. ഇതിൽ പ്ലീസ് സെലക്ട് എ സെറ്റപ്പ് പാക്കേജ്. ഓക്കെ, ഇതിടെ ലിനക്സിൽ, ഉബുണ്ടുവിൽ, മാക്ക്, പിന്നെ വിൻഡോസ് തുടങ്ങിയ 3 വേർഷനിലേക്കുള്ള കോഡ് ബ്ലോക്സ് അവൈലബിൾ ആണ്. ഇതിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് വിൻഡോസ് ആണ്. കാരണം ഞാൻ വിൻഡോസിലാണ് ചെയ്യുന്നത്. വിൻഡോസിൽ ഇതിൽ നോക്കുമ്പോൾ setup.exe, സെറ്റപ്പ് നോൺ മെയിൻ, നോൺ സെറ്റപ്പ്, MinGW setup.exe കണ്ടോ. ഈ MinGW എന്നുള്ള ഇത് ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് 2 സൈറ്റ് ഉണ്ട്. ഇതിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ sourceforge.net ഇത് യൂസ് ചെയ്യാണ്. ഏത് ഉപയോഗിക്കുന്നതിനും കുഴപ്പമില്ല. ഓക്കെ, ഇപ്പോൾ അടുത്തൊരു വിൻഡോ വന്നിട്ടുണ്ട്. ഇത് ലോഡ് ആവണം. യുവർ ഡൗൺലോഡ് വിൽ സ്റ്റാർട്ട് ഷോർട്ട്ലി. ഡൗൺലോഡ് കോഡ് ബ്ലോക്സ് ഫ്രം സോഴ്സ്. താങ്ക് യു. ഓക്കെ, ഇപ്പോൾ ഉണ്ട് 145 MB ഉള്ള കോഡ് ബ്ലോക്സിൻ്റെ സെറ്റപ്പ് ബോക്സ് ഇവിടെ ഇൻസ്റ്റാൾ ആകുന്നുണ്ട്. ഇതിന് കുറച്ച് ടൈം എടുക്കും, 20-21 മിനിറ്റ് എടുക്കും. ഞാനിത് മുഴുവൻ കാണിക്കുന്നില്ല, വീഡിയോ ഞാൻ ഫാസ്റ്റ് ഇരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കോഡ് ബ്ലോക്സ് ഇവിടെ ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. 5 മിനിറ്റ് കൂടി കാത്തിരിക്കണം എന്നാണ് പറയുന്നത്. അത് നോക്കി, നെറ്റ് ഇവിടെ സ്പീഡില്ല, ഇതൊരു കുഗ്രാമാണ്. ഓക്കെ, കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്താൽ ഇത് ഇൻസ്റ്റാൾ ആവും. 145 MB ഉണ്ട്. പിന്നെ ഇതിലാണ് നമുക്കുള്ള മുഴുവൻ പ്രോഗ്രാംസ് നമ്മൾ എഴുതേണ്ടത്. അതായത് സീൻ്റെ ഞാൻ കാണിച്ചു തരാം. ഇതിൽ കണ്ടില്ലേ, എക്സലൻറ്റ് ഡീബഗർ, വെരി ഗുഡ് ഡിഫോൾട്ട് സെറ്റിങ്സ്, ബെസ്റ്റ് സി കമ്പൈലർ അവൈലബിൾ. അതായത് ഇപ്പോൾ ഫ്രീ മാർക്കറ്റ്, പൈസ കൊടുത്താലുള്ള ഫ്രീ ആയിട്ടുള്ള സോഫ്റ്റ്വെയറിൽ ബെസ്റ്റ് സോഫ്റ്റ്വെയർ ആണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന കോഡ് ബ്ലോക്സ്.
ഓക്കെ, ഇപ്പോൾ നമ്മളെ കോഡ് ബ്ലോക്സ് ninjw സെറ്റപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി അത് ഇൻസ്റ്റാൾ ആക്കണം. ഷോ ഇൻ ഫോൾഡർ കൊടുത്ത് ഇങ്ങനെയാണ് ഉണ്ടാകുക, കോഡ് ബ്ലോക്സ് ninjw സെറ്റപ്പ്. ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ റണ്ണിങ്. ഓക്കെ, അപ്പോൾ വിൻഡോ ഇങ്ങനെയാണ് വരിക. ഡു യു വാണ്ട് ടു അലോ ദിസ് ആപ്പ് ഫ്രം, ഓക്കെ, ഇവിടെ യെസ് കൊടുക്കുക. വെരിഫൈങ് ഇൻസ്റ്റാളർ വെരിഫൈ ചെയ്യണം. അങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ പിന്നെ വെൽക്കം ടു കോഡ് ബ്ലോക്സ് സെറ്റപ്പ് ആണ്. ഇവിടെ ക്ലിക്ക് നെക്സ്റ്റ് കൊടുക്കുക. ഐ അഗ്രി, ചെക്ക് ടു കോമ്പണൻസ്, ഓക്കെ, ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക. ഇനി ഇവിടെ ചോദിക്കുന്നത് കോഡ് ബ്ലോക്സിലെ ഫയൽസ് ഒക്കെ എവിടെയാണ് പോയി സേവ് ആവേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഡെസ്റ്റിനേഷൻ കൊടുക്കണം. ഞാൻ കൊടുക്കുന്നത് ഇപ്പോൾ ദിസ് പിയിൽ ഡോക്യുമെൻ്റ് ദിസ് പി സി ഡോക്യുമെൻ്റ് ഇയിൽ ഞാൻ ഓക്കെ കൊടുക്കും. ഓക്കെ, ബാക്കി ഇൻസ്റ്റാൾ നോക്കാം. അപ്പോൾ കുറച്ച് ടൈം എടുക്കും എക്സ്ട്രാക്ട് ചെയ്ത് വരാൻ. ഓക്കെ, അതാ ഇപ്പോൾ ഇവിടെ ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ടൈമിനുള്ളിൽ അത് ഫുള്ള് എക്സ്ട്രാക്ട് ചെയ്തിട്ട് നമുക്ക് കോഡ് ബ്ലോക്സ് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലായി വരും. അപ്പോൾ ഈ ടൈം ഇങ്ങനെയാണ് നമ്മൾ കോഡ് ബ്ലോക്സ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട രീതി. അപ്പോൾ കോഡ് ബ്ലോക്സ് തന്നെ എന്തിനാണ് ഇൻസ്റ്റാൾ ചെയ്തതെന്ന് ചോദിച്ചാൽ, നേരത്തെ ഞാൻ കാണിച്ചു തന്നില്ലേ. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഏറ്റവും നല്ല എന്താ പറയുക ഫ്രീ പ്ലാറ്റ്ഫോം. ബാക്കി നമ്മൾ മണി കൊടുത്താൽ ഇഷ്ടം പോലെ ടെക്സ്റ്റ് എഡിറ്റേഴ്സ് ഇഷ്ടം പോലെ കിട്ടും. പക്ഷേങ്കിൽ ഫ്രീ ആയിട്ടുള്ള സോഫ്റ്റ്വെയറിൽ ഏറ്റവും ബെസ്റ്റ് കോഡ് ബ്ലോക്സ് ആണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ കോഡ് ബ്ലോക്സ് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് പറഞ്ഞത്. അപ്പോൾ ബാക്കിയുള്ള കുറേ വീഡിയോസൊക്കെ വരാനുണ്ട്. കുറേയൊക്കെ ഞാൻ ചെയ്ത് വെച്ചിട്ട് അപ്ലോഡ് ചെയ്യണം. പുതിയൊരു യൂട്യൂബ് ചാനലിൻ്റെ പേരാരും മറന്നു പോകണ്ട, പ്രോഗ്രാമിംഗ് നോളജ് മലയാളം. ഓക്കെ, ഇനി ആദ്യം ഞാൻ സി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സി കഴിഞ്ഞിട്ട് പൈത്തൺ ലാംഗ്വേജ് ചെയ്യണം. പൈത്തണിന് ശേഷം പിന്നെ സി ചെയ്ത സ്ഥിതിക്ക് C++ വേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുശേഷം കുറച്ച് പ്രോഗ്രാമിംഗ് ട്രിക്സ്, ഓക്കെ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ കോഡ് ബ്ലോക്സ് ഇവിടെ ഫുള്ള് ആയിട്ടുണ്ട്. ഡു യു വാണ്ട് ടു റൺ കോഡ് ബ്ലോക്സ് നൗ? ഓക്കെ, യെസ് കൊടുക്കാം. കോഡ് ബ്ലോക്സ് ഇങ്ങനെയാണ് ഓപ്പൺ ആകുക. കോഡ് ബ്ലോക്സ് ഈസ് കറൻ്റ്ലി നോട്ട് ദ ഡിഫോൾട്ട് ആപ്ലിക്കേഷൻ ഫോർ C or C++ സോഴ്സ് ഫയൽസ്. ഡു യു വാണ്ട് ടു സെറ്റ് ഇറ്റ് ഇസ് ഡിഫോൾട്ട്? ഓക്കെ, അതായത് നമ്മുടെ സിസ്റ്റത്തിലുള്ള C++ ഫയലൊക്കെ നമ്മൾ ഇനി ഓപ്പൺ ചെയ്യുമ്പോൾ കോഡ് ബ്ലോക്സിലൂടെ ഓപ്പൺ ചെയ്യണോ അതോ ഇപ്പോൾ ഉള്ള അതേ രീതി തന്നെ? ഞാൻ എന്തായാലും ഈസ് അസോസിയേറ്റ് കോഡ് ബ്ലോക്സ് വിത്ത് ഓക്കെ C++ ഫയൽസോ. ഞാൻ തേർഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഓക്കെ. കീബോർഡ് ഷോർട്ട് കട്ട് കൺഫ്യൂം ഫൗണ്ട് യൂസ് സെറ്റിങ്സ്, ഓക്കെ, ടേൺ അഗെയിൻ. ഇവിടെ ഇതാണ് ഇപ്പോൾ കോഡ് ബ്ലോക്സ്. ബാക്കി ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഓക്കെ, താങ്ക് യു. അപ്പോൾ എല്ലാവരും കോഡ് ബ്ലോക്സ് സക്സസ്ഫുൾ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ കോഡ് ബ്ലോക്സ് റണ്ണ് ചെയ്യുന്നതിൻ്റെ മുമ്പ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ആ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കോഡ് ബ്ലോക്സ് ഇൻസ്റ്റാൾ ചെയ്ത ലൊക്കേഷനിലെ അതിപ്പോൾ അവിടെ നമുക്ക് നിങ്ങൾ സെറ്റപ്പ് അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ഓർക്കുന്നോ എനിക്കും അറിയത്തില്ല. എന്തായാലും അവിടെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, നമ്മൾ എവിടേക്കാണ് കോഡ് ബ്ലോക്സിൻ്റെ ഫയൽസൊക്കെ സേവ് ചെയ്യേണ്ടത്. അവിടെ നമ്മൾ ഞാൻ കൊടുത്ത ഡിഫോൾട്ട് മാറ്റിയിട്ട് ഞാൻ ഐ തിങ്ക് ഡോക്യുമെൻറ്റ്സിൽ ഇതാ കോഡ് ബ്ലോക്സ് ഇവിടെയാണ് ഞാൻ കൊടുത്തിരുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ PC ആ ലൊക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യണം. ഡോക്യുമെൻറ്റ്സ്, ഓക്കെ, കോഡ് ബ്ലോക്സ്. അതിൽ കോഡ് ബ്ലോക്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ninjw എന്ന് കാണുന്ന ഫസ്റ്റ് ഫയൽ മുകളിൽ കാണും, അത് ഓപ്പൺ ചെയ്യുക.
അതിൽ ബിന്ന് ഒക്കെ എടുക്കുക, ബിന്നെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ സ്പേസ് ബാറിൽ വെക്കുക. അതിനുശേഷം Ctrl+C അല്ലെങ്കിൽ കോപ്പി, അതായത് അതിൻ്റെ ഈ പാത്ത് നമ്മൾ കോപ്പി ചെയ്യണം. അതിനുശേഷം ക്ലോസ് ചെയ്തതിന് ശേഷം ദിസ് PCയിൽ ലെഫ്റ്റ് ക്ലിക്ക് അടിക്കുക. അതിൽ ദിസ് പ്രോപ്പർട്ടീസ് പോവുക. അതിൽ അഡ്വാൻസ്ഡ് സിസ്റ്റം സെറ്റിംഗ്സ് എടുക്കുക. എന്നിട്ട് എൻവിയോൺമെൻറ്റ് വേരിയബിൾസ് എടുക്കുക. അതിൽ ഈ പാത്ത് എന്ന് പറയുന്ന സിസ്റ്റം വേരിയബിൾസിൽ പാത്ത് എന്ന് പറയുന്നത് സെലക്ട് ചെയ്യുക. ഇതിൽ ന്യൂ കൊടുക്കുക. എന്നിട്ട് ഇവിടെ നേരത്തെ നമ്മൾ അവിടെ നിന്ന് കോപ്പി ചെയ്ത ലിങ്ക് അല്ല, എന്താ പറയുക, ആ പാത്ത് ലൊക്കേഷൻ ഇവിടെ പേസ്റ്റ് ചെയ്യാം. ദെൻ ക്ലിക്ക് ഓക്കെ. എന്നിട്ട് എല്ലാം ഓക്കെ കൊടുക്കുക. ശേഷം ക്ലോസ് ചെയ്ത് കളയാം. അതിനുശേഷം നമ്മൾ കോഡ് ബ്ലോക്സ് ഓപ്പൺ ചെയ്യാണ്. കോഡ് ബ്ലോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ കുറച്ച് ടൈമൊക്കെ എടുക്കും. കോഡ് ബ്ലോക്സ് ഓപ്പൺ ആയി. ഇവിടെ ചില വിൻഡോയിൽ ഐ തിങ്ക് മിക്ക ആൾക്കാരുടെയും ഇവിടെ നിന്ന് അടിയിൽ നിന്ന് കുറച്ച് നോട്ടിഫിക്കേഷൻസ് ഒക്കെ പൊന്തി വരുന്നത് കാണാം. അതൊന്നും മൈൻഡ് ചെയ്യേണ്ട. നോട്ടിഫിക്കേഷൻ വരും, അത് മൈൻഡ് ചെയ്യേണ്ട കാര്യമാണ്. അത് നമ്മളിപ്പോൾ സോൾവ് ചെയ്യാൻ പോവാണ്. ഈ കോഡ് ബ്ലോക്സിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ സെറ്റിങ്സ് എടുക്കുക. അതിൽ കമ്പൈലർ എടുക്കുക. അതിൽ റീസെറ്റ് ഡീഫോൾട്ട് കണ്ടോ, അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ യെസ് കൊടുക്കുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. അതിനുശേഷം നമുക്ക് കോഡ് ബ്ലോക്സിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്നതാണ്. കോഡ് ബ്ലോക്സിലേക്ക് എൻ്റർ ചെയ്യുന്നതൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.